നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വ്യാഴം സ്വന്തം രാശിയുടെ 2, 5, 7, 9, 11 എന്നീ രാശികളിലായി സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ്. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും. സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും, അതായത് ശനിദോഷങ്ങളായ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ തുടങ്ങിയ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ ശനി നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിൻ്റെ ഈ മാറ്റം മൂലം ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നു. കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ 2 ഭാഗവും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് ശത്രുനാശവും ലൗകിക സുഖങ്ങളും ധനലാഭവും ലഭിക്കുന്ന സമയമായിരുന്നു. എന്നാൽ 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ അത്ര ഗുണകരമല്ല. എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ദൃഷ്ടി വീഴുന്ന ഭാവങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇടവൻ രാശിയുടെ 7-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനം ആകുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. ലൗകിക സുഖം വർദ്ധിക്കുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകും. പല നാളുകളായി ഇതുവരെ ലഭിക്കാതിരുന്ന ധനം കൈവശം വന്നു ചേരുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നുചേരും. കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാകും. ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും വിദേശയാത്രയ്ക്കും അവസരങ്ങൾ വന്നുചേരും. പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. ഭാഗ്യം ലഭിക്കുന്നത് വഴി പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. ഗോചരപ്രകാരം വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതിന് അനുസരിച്ചാണ് ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജാതക ഫലത്തേക്കാൾ പ്രാധാന്യം ഈ ഫലങ്ങൾക്ക് നൽകരുത്. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.